ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിലെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനി വയ്യാതെ കിടക്കുകയാണെങ്കിൽ പോലും നയനയോടുള്ള ദേഷ്യത്തിനൊന്നും ഒരു കുറവുമില്ല കേട്ടോ. അതൊക്കെ ഊതിപ്പെരുപ്പിച്ച് കൊടുക്കാനായിട്ട് അനാമികയും രേവതിയും ഉണ്ട് താനും. വീട്ടിലെത്തിയതിന് ശേഷവും നയന തന്നെയാണ് പാലിൽ വിഷം കലക്കി കൊടുത്തതെന്ന് വിശ്വസിച്ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ദേവയാനി. എന്നാൽ അനാമികയും അമ്മയും കൂടെ ഈ വിവരം വിളിച്ച് അച്ഛനോട് പറയുന്നതൊക്കെ കേൾക്കുകയാണ് അനി. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നന്ദുവുമായിട്ട് വഴക്കിട്ട് ഇറങ്ങി വരികയാണ് ഹോസ്പിറ്റലിൽ നിന്ന് അനാമിക. അപ്പോഴാണ് നയനയും ആദർശിനെയും കാണുന്നത് കേട്ടോ. നയനെ കാണുമ്പോൾ നല്ല ദേഷ്യത്തോടു കൂടി തന്നെ അനാമിക നോക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അനിയത്തിക്ക് ഒത്താശ ചെയ്ത് കൊടുത്തിട്ട് ചേട്ടത്തെ മുങ്ങിയിരിക്കുകയായിരുന്നല്ലേ, നീ പറഞ്ഞിട്ടല്ലേ അനിയെ കാണാനായിട്ട് അവൾ ഇവിടെ എത്തിയത്. അപ്പോഴേക്കും നയനയ്ക്ക് നല്ല ദേഷ്യം വരികയാണ്. നയന പറയുന്നുണ്ട്, എന്താ നീ പറഞ്ഞത്? നന്ദു ഹോസ്പിറ്റലിൽ വന്നെങ്കിൽ അത് അമ്മയെ കാണാൻ വേണ്ടി വന്നതായിരിക്കും, അല്ലാതെ അനിയെ കാണാനോ അനി ഇവിടെ ഉണ്ടെന്നുള്ള വിവരമോ നന്ദുവിന് അറിയില്ലായിരുന്നു. എപ്പോഴും അനാമികയെ ആവശ്യമില്ലാതെ നന്ദുവിനെ കുറ്റപ്പെടുത്തരുത്. ഓഹോ, ഞാൻ കുറ്റപ്പെടുത്തുന്നതേ കുഴപ്പമുള്ളൂ അല്ലേ? അവളും അനിയൊന്നും ചെയ്തതിനൊരു കുഴപ്പമില്ല. സത്യത്തിൽ ഇവരെന്നെ പറ്റിക്കുകയല്ലായിരുന്നു. അപ്പം നയന പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയാൻ അനാമികയെ, ആരെയൊക്കെയാണ് പറ്റിച്ചതെന്നുള്ളത്. അതുകൊണ്ട് നീ ഇവിടെ നിന്ന് കൂടുതൽ വേർക്കാതെ വീട്ടിലേക്ക് പോ, AC-യിൽ പോയിരുന്ന് സന്തോഷിക്ക് എന്ന് പറയാണ്. പിന്നീട് ദേവയാനിയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാൻ ഡോക്ടർ പറയാണ്. വീട്ടിൽ ചെന്നാലും നല്ല കെയറൊക്കെ കൊടുക്കണം, അതുകൊണ്ട് ഒരാൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട് കേട്ടോ, അത് ഡോക്ടർ, ഞാൻ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചോളാം എന്ന് പറയാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, ഒരു ഹോം നേഴ്സിനെ നിർത്തിയാൽ മതി. കുട്ടിയുടെ ആരോഗ്യം തന്നെ വളരെ മോശമാണ്. ആദ്യം കുട്ടി സ്വന്തം ആരോഗ്യം നോക്കൂ. എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടും അനന്തപുരിയിലെ കുട്ടിക്ക് ആരോഗ്യമില്ലെന്ന് പറഞ്ഞാലോ. അതുകൊണ്ട് സ്വയം ആഹാരമൊക്കെ ഉണ്ടാക്കി കഴിച്ച് ആരോഗ്യം നോക്ക്, എന്നിട്ട് മതി അമ്മയൊക്കെ നോക്കാൻ എന്ന് പറയുമ്പോഴും നയന പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല ഡോക്ടർ, അത് ഞാൻ കുറച്ച് ടെൻഷൻ കൊണ്ട് അങ്ങനെ ആയി പോയതാണ് എന്നൊക്കെ പറയാണ്. അങ്ങനെ ദേവയാനിയും കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ആദർശും നയനയും കൂടി വീട്ടിലെത്തുമ്പോഴേക്കും അനാമികയും രേവതിയും ഒക്കെ ഓടി വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, വല്യമ്മയ്ക്ക് സുഖമായല്ലേ? ഞാൻ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇന്ന് രാവിലെയും അമ്പലത്തിൽ പോയി വഴിപാടൊക്കെ ചെയ്തിരുന്നു വല്യമ്മയുടെ ആരോഗ്യം ശരിയാവാനായിട്ട്. എന്നാലും ഇവൾ ചെയ്തതൊരു വല്ലാത്ത ചെയ്ത്തായിപ്പോയി. ഇവളുടെ ചേച്ചിയുടെ കുഞ്ഞിനെ കൊല്ലണമെങ്കിൽ അതിവൾക്ക് വേറെ രീതിയിലാകാമായിരുന്നല്ലോ. ഇവൾ ആ പാലിൽ വിഷം കലർത്തി വെച്ച് പാവം വല്യമ്മ അത് കുടിച്ച് എന്തുമാത്രം വേദന സഹിച്ചിട്ടുണ്ടാവും. അപ്പോൾ രേവതിയും പറയാം, ശരിയാ, എന്തുമാത്രം വേദന സഹിച്ചിട്ടുണ്ടാവും ദേവേടത്തി. അതോർക്കുമ്പം എനിക്ക് ഉള്ളിൽ ഇപ്പോഴും ഒരു വിഷമമാണ്. അപ്പോൾ ദേവയാനി പറയും, അതൊന്നും സാരില്ല, എന്നോട് ഈ ക്രൂരത ചെയ്തവർ അതിനുള്ള ഫലം അനുഭവിക്കുക തന്നെ ചെയ്യും. അതേ ഇവക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ നയനെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങോട്ട് വരികയാണ്. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നുണ്ട്, ദേവയാനി ആ പാല് കുടിച്ചപ്പം അതിൽ വിഷമായിരുന്നു, ആരാ അത് ചെയ്തതെന്നുള്ള കാര്യം അറിയില്ല എന്ന് പറയുമ്പോൾ ദേവയാനി പറയാണ്, അതിനിപ്പോൾ എന്താ വെച്ചാൽ അറിയാനായിട്ടുള്ളത്? ഈ നയന അവൾ തന്നെയല്ലേ പാല് കാച്ചി വെച്ചത്, പിന്നെ വേറെ ആരെങ്കിലും അതിക്കൊണ്ട് വിഷം ചേർക്കോ? അവൾ മനഃപൂർവ്വം അത് ചെയ്തതാണ്. ഒന്നെങ്കിൽ ഇവളുടെ ചേച്ചിയുടെ കുഞ്ഞിനെ കൊല്ലാനായിരിക്കും, ചിലപ്പോൾ അതങ്ങനെയാവാൻ വഴിയില്ല. ഇവളിമാർ രണ്ടും ഒറ്റക്കെട്ടല്ലേ, അതുകൊണ്ട് എന്നെ വീഴ്ത്താൻ തന്നെ ആയിരിക്കണം. ഞാൻ പറയുന്നതൊക്കെ കേട്ടു, ക്ഷീണമാണെന്നൊക്കെ. അപ്പോൾ ജയേട്ടൻ എന്നോട് പാല് കുടിക്കാനും പറഞ്ഞു. അത് കേട്ടിട്ടായിരിക്കണം ഇവൾ പാലിൽ വിഷം ചേർത്ത് വെച്ചത്, അല്ലാതെ ഇങ്ങനെ സംഭവിക്കാൻ യാതൊരു വഴിയില്ല. പിന്നെ എന്തിനാണ് അച്ഛനും അമ്മയും കൂടെ ഇവളെ ഇങ്ങനെ സംരക്ഷിക്കുന്നത് എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയാം, ദേവയാനി നീ കണ്ടോ നായനമോളാണ് പാലിൽ വിഷം ചേർക്കുന്നതെന്ന്? അങ്ങനെ കാണാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം ദേവയാനി പറയാണ്, എന്നാൽ പിന്നെ പോലീസിനെ വിളിക്ക്, ഈ കാര്യം പോലീസ് അന്വേഷിക്കട്ടെ, ആരാണിത് ചെയ്തതെന്ന് അപ്പം തെളിയുമല്ലോ. അപ്പം മുത്തശ്ശൻ പറയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോലീസിനെ അനന്തപുരി തറവാട്ടിലേക്ക് കയറ്റാൻ പറ്റില്ല. ഇപ്പം തന്നെ ഇവിടുത്തെ ചില പ്രശ്നങ്ങളൊക്കെ പുറത്ത് ചർച്ചയാണ്. ഇങ്ങനെയുള്ള ഒരു കുടുംബ കാര്യത്തിൽ വീട്ടിലുള്ള ആർക്കോ പണി കൊടുത്തതാണ്. അത് പുറത്തുള്ളവരറിയുമ്പോൾ നമ്മുടെ തറവാടിൻ്റെ മഹിമ തന്നെ താഴ്ന്നു പോകും. അത് ദേവയാനി ഓർക്കണം. അതുകൊണ്ടാണ് ഞാൻ പോലീസിനെ കയറ്റാത്തത് എന്നൊക്കെ മുത്തശ്ശൻ പറയാണ് കേട്ടോ. ദേവയാനി അത് കഴിഞ്ഞ് റൂമിലേക്ക് പോവുകയാണ്. ജലജയും ജാനകിയും ഒക്കെ ദേവയാനിയുടെ പുറകെ കൂടിയിട്ടുണ്ട്. എല്ലാവരും നയനയെ കുറ്റപ്പെടുത്തി തന്നെ സംസാരിക്കുകയും ചെയ്യാണ് കേട്ടോ. അപ്പോഴേക്കും ആദർശ് അങ്ങോട്ട് വരികയാണ് കേട്ടോ. ആദർശും നയനയും വരുമ്പോഴേക്കും അനി അവരോട് പറയാണ്, ആദർശേട്ടാ, വല്യമ്മ ഇപ്പോഴും വിശ്വസിക്കുന്നത് നയനയിടത്തെയാണ് പാലിൽ വിഷം ചേർത്തതെന്നാണ്. ആ രീതിയിലാണ് അനാമിക അവളുടെ അമ്മയും കൂടെ പറഞ്ഞു ധരിപ്പിക്കുന്നതും. നയനയിടത്തെ അങ്ങനെ ചെയ്തില്ല എന്ന് എനിക്കും മുത്തച്ഛനും മുത്തശ്ശിക്കും എല്ലാവർക്കും അറിയാം. പക്ഷേ ചിലരൊന്നും അത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല.
എല്ലാ കുറ്റങ്ങളും നയനേടത്തിയുടെ തലയിലാണല്ലോ വെച്ച് ചാർത്തുന്നത്. അനാമിക ഇങ്ങനെയൊക്കെ പറയുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? നിയന്ത്രിക്കാൻ പറ്റില്ല അവളെ, അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ ആദർശ് പറയാണ്, അതൊന്നും സാരില്ല, ഇനി അനാമിക പറയട്ടെ, സത്യം എന്തെങ്കിലും തെളിയും. അല്ലാതെ നയനെ അത് ചെയ്തില്ല എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. നയനെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നും അറിയും. അപ്പം നയന പറയണം, അനി അത് സാരില്ല, അനാമിക അവളുടെ സന്തോഷത്തിന് വേണ്ടി പറയുന്നതല്ലേ. അവൾക്ക് എന്നോട് ഒടുങ്ങാത്ത പകയാണ്, നന്ദുവിനോടും. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. അവൾ പറഞ്ഞോട്ടെ, പക്ഷേ എന്താണ് ഞാൻ ചെയ്തതെന്നുള്ളത് എനിക്കറിയാമല്ലോ. ഈ വീട്ടിലെ മുത്തശ്ശനും മുത്തശ്ശിക്കും ആദർശനും അനിക്കും ഒക്കെ അറിയാമല്ലോ. അതുകൊണ്ട് പിന്നെ എനിക്കിനി ആരെയും അത് ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനുശേഷം അനി റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. ആ സമയത്ത് രേവതിയും അനാമികയും കൂടി വേണുവിനെ വിളിക്കുകയാണ് കേട്ടോ. വേണുവിനെ വിളിക്കാനായിട്ട് രേവതിയാണ് പറയുന്നത്, മോളെ ആണ്ടെ ദേവേടത്തി വന്നിട്ടില്ലേ? വന്നപ്പോഴും ആ നയനെ തന്നെയാണ് അവർക്ക് സംശയം. നമ്മളെ രണ്ടുപേരെയും ഒരു സംശയമില്ല. ഈ സന്തോഷ വാർത്ത നമുക്ക് അച്ഛനെ ഒന്ന് വിളിച്ചു പറയാം. നയനയ്ക്ക് ഏതായാലും നല്ല പണി കൊടുക്കുമെന്ന് അവർ പറഞ്ഞിട്ടുമുണ്ട് എന്ന് പറയണം. അപ്പോൾ അനാമികയും പറയുന്നുണ്ട്, അതേമേ അച്ഛനെ വിളിച്ച് ഈ സന്തോഷ വാർത്ത പറയാം. അച്ഛനൊരു പേടിയുണ്ടായിരുന്നു നമ്മൾ കുടുങ്ങുമോ എന്നുള്ള കാര്യത്തിൽ. ഏതായാലും അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഇപ്പോഴും ഈ വീട്ടിലെല്ലാം മിക്കവർക്കും തന്നെ നയനെയാണ് സംശയം. വല്യമ്മയാണെങ്കിൽ തീർച്ചയായിട്ടും നയന തന്നെയാണ് അത് ചെയ്തതെന്ന് പറയുകയാണ്. എന്തായാലും നമ്മുടെ തലേന്ന് അത് ഒഴിഞ്ഞു. അവൾ എന്നും ഇനി അനുഭവിച്ചോളും. വല്യമ്മ എന്തായാലും നല്ല പണി അവൾക്ക് കൊടുക്കാതെ ഇരിക്കില്ല എന്ന് പറഞ്ഞ് വേണുവിനെ വിളിക്കുകയാണ്. അപ്പോൾ വേണു ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ വിശേഷിച്ച് വിളിച്ചത്? അതേ, വല്യമ്മ വന്നിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി. ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. രക്ഷപ്പെട്ടു. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അത് നമ്മുടെ മനസ്സിലൊരു വിഷമമായിട്ട് കിടന്നേനെ അല്ലേ മോളെ? എന്ത് വിഷമം? എനിക്കങ്ങനെ വിഷമമൊന്നും തോന്നുന്നില്ല അച്ഛാ. അപ്പോഴേക്കും വേണു പറയാണ്, എന്നിട്ട് ആർക്കെങ്കിലും സംശയമുണ്ടോ? അവർ നിങ്ങളെ ആരെയെങ്കിലും സംശയിച്ചു പറഞ്ഞോ? അപ്പം ഉടനെ അനാമിക പറയാണ്, എവിടുന്ന്? നമ്മളെ ആരും സംശയിക്കാനാണ്? നമ്മളാണ് അത് ചെയ്തതെന്ന് ആർക്കും ഒരു സംശയവും ഇല്ല. പാലിൽ വിഷം ചേർക്കാൻ മാത്രം നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? നയന തന്നെയാണ് ഏത് രീതിയിലാണെങ്കിലും അത് ചെയ്തതെന്നാണ് ഇവിടെ എല്ലാവരും തന്നെ വിശ്വസിക്കുന്നത്. പിന്നെ ആ കിളവനും കിളവിയും അനിയും ആദർശവും ഒക്കെ അവളെ സപ്പോർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. എല്ലാവരുടെയും മനസ്സിൽ അവൾ തന്നെയാണ് ചെയ്തതെന്നാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ വല്യമ്മയുടെ മനസ്സിൽ ഉറച്ച വിശ്വാസമാണ് അവൾ തന്നെ ചെയ്തതാണെന്ന്. അതുകൊണ്ട് അവളെ കാണാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല. അവൾക്ക് നല്ല പണി തിരിച്ചു കൊടുക്കുമെന്ന് തന്നെയാണ് വല്യമ്മ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നയനയുടെ നല്ല കാലം തുടങ്ങുകയാണെച്ചാ, നല്ല കാലം തുടങ്ങുകയാണ്. രക്ഷപ്പെട്ടു മോളെ, എനിക്കൊരാദ്യം ഉണ്ടായിരുന്നു. ഇനി അവർ വന്നു കഴിയുമ്പം എന്തെങ്കിലും തെളിവ് കിട്ടി നമ്മളകത്താകുമോ എന്നുള്ള കാര്യം അതൊന്നും ഒരിക്കലും പേടിക്കേണ്ട. നമുക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല. എല്ലാം ആ നയനയുടെ തലയിൽ തന്നെ ഇരിക്കും. പോരെങ്കിൽ ആ നവ്യടി നമ്മളെ ആരും സംശയിക്കില്ല. ഇനി ആ കിളവനും പറഞ്ഞാലും ആരും വിശ്വസിക്കില്ലെന്നേ. അവൾ തന്നെ ഇവിടെ കിടന്ന് അനുഭവിക്കും. അപ്പോൾ ഇതെല്ലാം കേട്ടോണ്ടാണ് അനി റൂമിൽ നിൽക്കുന്നത് കേട്ടോ. ഇവരുടെ സംസാരം ആദ്യം മുതലേ അനി കേൾക്കണം. അനി അങ്ങ് ഞെട്ടിപ്പോവാണ് ചെയ്യുന്നത് കേട്ടോ. ഉടനെ തന്നെ അനി വിളിക്കുകയാണ്, അനാമികയെ. പെട്ടെന്ന് അനാമിക ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ. എന്നിട്ട് പറയുക, എന്താടി ഇത്? നീയാണോ ഇത് ചെയ്തത്? എന്നിട്ട് പാവം നയനേടത്തിയുടെ തലയിലേക്ക് അത് വെച്ചു. എന്തിനായിരുന്നു നീ പാലിൽ വിഷം ചേർത്തത്? ആരെ കൊല്ലാനാണ്? നിനക്ക് വല്യമ്മയോട് അത്ര ദേഷ്യമായിരുന്നോ? എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം കേട്ട് എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണ് രേവതിയും അനാമികയും കൂടെ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്